പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസെടുത്ത് പോലീസ്. കോളേജിൽ നിന്നും പുറത്താക്കിയ 12 വിദ്യാർത്ഥികൾ കേസിൽ പ്രതികളാകും. ക്രൂരമായ മർദ്ദനമേറ്റതിനെ തുടർന്നാണ് സിദ്ധാർത്ഥ് ജീവനൊടുക്കിയത് എന്നാണ് പരാതി. കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോലീസിന് കൈമാറി. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രതീഷ്, എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെ? വേണു, ഈ മാസം 18-നാണ് നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥനെ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റൽ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ മരണത്തിന് പിന്നാലെ ഇതിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച കുടുംബം മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. മരണത്തിന് പിന്നാലെ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലും കോളേജിലെ ആഭ്യന്തര അന്വേഷണത്തിലും സിദ്ധാർത്ഥിന് ക്രൂരമായി മർദ്ദനമേറ്റുവെന്ന് കണ്ടെത്തി. ഈ കോളേജിലെ തന്നെ ആന്റി റാഗിംഗ് കമ്മിറ്റി അന്വേഷണത്തിന് ഉത്തരവിടുകയും ആന്റി റാഗിംഗ് സ്ക്വാഡ് പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് സീനിയർ വിദ്യാർത്ഥികളും സഹപാഠികളും ചേർന്ന് ക്രൂരമായി സിദ്ധാർത്ഥിനെ മർദ്ദിച്ചുവെന്ന് മനസ്സിലാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 12 വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ റാഗിംഗ് നിരോധന നിയമപ്രകാരം ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ അസ്വാഭാവിക മരണത്തിനാണ് വയനാട് വൈത്തിരി പോലീസ് കേസെടുത്തിരുന്നത്. ഇപ്പോൾ റാഗിംഗ് ആക്ട് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട 12 വിദ്യാർത്ഥികളും ഈ കേസിൽ പ്രതികളാകും. കൂടുതൽ വിദ്യാർത്ഥികൾ ഒപ്പം കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. മൃതദേഹത്തിലടക്കം മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ട് എന്നതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. തന്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല എന്ന മാതാവ് ഷീബയും കഴിഞ്ഞ ദിവസം 24-നോട് പ്രതികരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഈ കോളേജിലെ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നടക്കം ഈ വരും മണിക്കൂറുകളിൽ മൊഴിയെടുക്കുമെന്നതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. ഒപ്പം ഈ 12 വിദ്യാർത്ഥികളെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് അന്വേഷണം പോകുന്നത്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇന്ന് രാവിലെയോടുകൂടി തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കും. അപ്പോൾ ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അടക്കം അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വേണു, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.